ഓർഡർ വരാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ പാക്ക് ചെയ്യാനുള്ള ഒരു സാധനങ്ങളും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ട് വലിയൊരു കവറിൽ ഈ ചെറിയ 3 ഐറ്റം ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, വലിയ ഉറപ്പൊന്നും എനിക്കില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ സ്ക്രഞ്ചീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് ഓർഡർ വന്നിട്ടുള്ളത്. ഈ 3 സെറ്റ്, അതായത് ഒരു XXL, ദെൻ ഒരു റെഗുലർ, പിന്നെ ഒരു സ്കിൻ. ഈ 3 എനിക്ക് ഓർഡർ വന്നിട്ടുള്ളത്. എങ്ങനെ ഓർഡർ വന്നത് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പം തന്നെ ഒന്നും ഓർഡർ വരുന്നില്ല. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ ഓർഡർ വരാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ പാക്ക് ചെയ്യാനുള്ള ഒരു സാധനങ്ങളും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത് പാക്ക് ചെയ്യാനാണെങ്കിലുള്ള സിൽവർ കവറ്, അല്ലെങ്കിൽ മറ്റേ ട്രാൻസ്പെറൻറ്റിൻ്റെ കവറ്, ബോക്സ് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഓർഡർ വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഞാനൊരു വൈകുന്നേര സമയത്ത് ഓർഡർ വന്നത്. എന്നിട്ട് ഞാനും സാന്ദ്രയും കൂടെ കൂടിയിട്ട് ആലനല്ലൂർ ആ ഭാഗത്തേക്കൂടെയൊക്കെ പോയി നോക്കി കവർ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്, ഇതിന് ഭാഗമുള്ളത്. പക്ഷെ ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ആ സമയം ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ളത് വെച്ചിട്ട് തന്നെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്താ കോമഡി എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഫസ്റ്റ് ഓർഡർ വന്നപ്പോൾ ഒരു കൊറിയർ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അതാരെന്ന് പറയുന്നില്ല, കൊറിയർ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നില്ല, അതായത് സാധനം പിക്കപ്പ് ചെയ്യാൻ വേണ്ടി അവർ വന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ അത് ക്യാൻസലായി. 2 ഓർഡർ ഞങ്ങളുടെ അങ്ങനെ ക്യാൻസലായി. അപ്പോൾ ആ സെയിം പാർട്ട്ണറാണ് എനിക്കും വന്നിട്ടുള്ളത്, ഇതിലും വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വരുന്നില്ലെന്ന് അറിയില്ല, അതുകൊണ്ട് ഇത് ക്യാൻസലാവില്ലെന്ന് അറിയില്ല. അത് ഞാൻ ഫുള്ളായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ട്രാൻസ്ഫർ കവറിലിട്ടിട്ട് ലാബിലൊക്കെ വെച്ചിട്ട് അങ്ങനെ വെക്കുന്നേ ഉള്ളൂ, ഒപ്പിച്ച് വെക്കുന്നില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇരുന്ന് ഭയങ്കര പണിയാട്ടോ. നമുക്ക് തുടങ്ങിയതാ പണി. നമുക്ക് നമ്മളുടെ ഓർഡറിൻ്റെ ലേബിൾ പ്രിൻ്റ് എടുക്കണം, ഇത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് വലിയൊരു കവറിൽ ഈ ചെറിയ 3 ഐറ്റം ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഇങ്ങനെയുള്ളതാണ് കാണിക്കുന്നത്. പാക്കിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കൊറിയർ പാർട്ട്ണർ വരുമോ ഇല്ലെന്ന് വെയിറ്റ് ചെയ്യാം. മറ്റേത് വരെ തന്നെ വരുമോ ഇല്ലെന്ന് വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, വലിയ ഉറപ്പൊന്നും എനിക്കില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് കൊറിയർ പാർട്ട്ണർ വന്നിട്ടില്ല. നാളെ ഞായറാഴ്ചയാണ്, നാളെയും വരില്ല. ഇനി തിങ്കളാഴ്ചയും കൂടെ നോക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ക്യാൻസൽ ആവും, മേ ബി ക്യാൻസൽ ആയിരിക്കും, അല്ലെങ്കിൽ നോക്കാമല്ലോ. അല്ലേ സാർ? ബായ് കൊടുക്കൂ. Bye.